നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന. പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് കാരേറ്റുള്ള കുടുംബ വീട്ടിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലും ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുക്കും. മുഖ്യ സൂത്രധാരൻ മുരാരി ബാബുവിനെയും കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. UDFിന്റെ വിശ്വാസ സംരക്ഷണ സംഗമം പന്തളത്തേക്ക് KPCCയുടെ പദയാത്ര. UDFിന്റെ മുതിർന്ന നേതാക്കളടക്കം സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. KPCC ഭാരവാഹി പട്ടികയിൽ ഇടഞ്ഞു നിന്ന K മുരളീധരനും യാത്രയ്ക്കെത്തും. KPCC പുനഃസംഘടനയിൽ അബിൻ വർക്കിയെയും ചാണ്ടിയുമ്മനെയും തഴഞ്ഞതിൽ എതിർപ്പ് തുറന്നടിച്ച ഓർത്തഡോക്സ് സഭ. ചാലക്കുടി ഏറന്നൂർ മനയിലെ ED പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് കൂട്ടിക്കട മുട്ടത്ത് മഠം മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. തുലാമാസ പൂജകൾക്ക് ശബരിമലയിൽ വൻ തിരക്ക്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ്. ബുധനാഴ്ച ഭക്തർക്ക് പൂർണ്ണ നിയന്ത്രണം. സംസ്ഥാനത്ത് തുലാവർഷം ശക്തമാകുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിൽ കൃഷിനാശം. മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതി കേസിൽ IC ബാലകൃഷ്ണൻ MLA പ്രതി. നിയമനങ്ങൾക്ക് പണം വാങ്ങിയെന്ന് കുറ്റം ചുമത്തി വിജിലൻസിന്റെ FIR. പ്രാഥമിക അന്വേഷണം നടന്നത് NM വിജയന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്ന അഴിമതി വിവാദത്തിൽ. MLA രാജിവെക്കണമെന്ന് CPM. കണ്ണൂർ കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട CPM നഗരസഭാ കൗൺസിലർ PP രാജേഷ് അറസ്റ്റിൽ. രാജേഷിനെ പുറത്താക്കി CPM. രഞ്ജി ട്രോഫിയിൽ കേരള മഹാരാഷ്ട്ര മത്സരം സമനിലയിൽ. പൃഥ്വിഷ, സിദ്ധേഷ് വീർ, ഋതുരാജ് ഗേക്വാദ് എന്നിവർക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തുടക്കം. പരമ്പരയിലുള്ളത് 3 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കാരേറ്റുള്ള കുടുംബ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, നമുക്കറിയാം ഇനിയും പല കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലാണ്. ഇപ്പോൾ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? അശ്വതി, നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പുളിമാത്തുള്ള തറവാട്ട് വീട്ടിലാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന തുടരുന്നത്. ഏകദേശം 2 മണിക്കൂറോളമായി ഈ പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം മൊബൈലുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പും മറ്റു രേഖകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഈ രേഖകളിൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം നിലവിൽ ആരായുന്നത്. ഏകദേശം 2 മണിക്കൂറോളമായി ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് അല്ലെങ്കിൽ ഈ പരിശോധന ആരംഭിച്ചിട്ട് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ എത്തിച്ചുള്ള ഒരു പരിശോധനയിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്നും വിവരമുണ്ട്. 14 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് SIDയുടെ ശ്രമം. അതേസമയം നിലവിൽ ഈ ദ്വാരപാല ശില്പങ്ങളിലെയും തകിടുകളുടെയും 2.5 കിലോ സ്വർണം കവർന്ന കേസിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. അതേസമയം മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു ശ്രമത്തിലും അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പ്രധാനമായും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. തനിക്ക് താൻ മോഷ്ടിച്ച കവർച്ച ചെയ്ത സ്വർണത്തിൽ ഇത്തരത്തിൽ ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പങ്കുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കവർച്ച നടത്തിയത് എന്ന തരത്തിലുള്ള മൊഴികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ മൊഴി സാധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ മൊഴിക്ക് ബലം നൽകുന്ന തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭ്യമാകുമോ എന്ന തരത്തിലുള്ളത് കേന്ദ്രീകരിച്ചാണ് SIT നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ തറവാട്ട് വീട്ടിലെത്തി പരിശോധന തുടരുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ അടിസ്ഥാനപ്പെടുത്തി അവിടേക്കും പരിശോധന വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന്റെ ശ്രമം നടക്കുന്നുണ്ട്. ഏകദേശം ഈ കസ്റ്റഡിയിലുള്ള ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതുപോലെ തന്നെ ഈ ചെന്നൈയിലുള്ള സ്മാർട്ട് ട്രീൻഷൻസ് കേന്ദ്രീകരിച്ചും അതിനെതിരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ആ മൊഴി ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ മൊഴി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 2 മണിക്കൂറുമായുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ വീട്ടിൽ
നിന്നും SIT കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് അവിടെ നിന്നും 14 ദിവസത്തേക്ക് ഇനിയും ചോദ്യം ചെയ്യലിനും മറ്റുമായി 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് അവർ ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിക്കുമ്പോഴും അവരുടെ കയ്യിൽ നിന്നും ഈ സ്വർണ്ണ കവർച്ച നടത്തിയത് അല്ലെങ്കിൽ സ്വർണം അവിടെ നിന്നാണ് മാറ്റിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഈ തറവാട്ട് വീട്ടിൽ നിന്നും രേഖകളോ മറ്റോ ലഭിക്കുമോ, അല്ലെങ്കിൽ ആ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ലഭിക്കുമോ എന്ന തരത്തിലുള്ള അന്വേഷണ സംഘം പരിശോധനയൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഏകദേശം 2 മണിക്കൂറമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കാരേറ്റുള്ള കുടുംബ വീട്ടിലാണ് 2 മണിക്കൂറോളമായി പരിശോധന നടക്കുന്നത്. വിവരങ്ങളാണ് ആതിര രാധാകൃഷ്ണൻ നൽകിയത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി പുറത്ത്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ബാംഗ്ലൂരുവിലെ 5 അംഗ സംഘമെന്ന പോറ്റി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബാംഗ്ലൂരിലെ 5 അംഗ സംഘമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മറ്റുള്ളവരാണ് ലാഭമുണ്ടാക്കിയിട്ടുള്ളതെന്നും തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ദേവസ്വം വിജിലൻസിന് ആദ്യം തെറ്റായ മൊഴി നൽകിയത് ബാംഗ്ലൂരിലെ ഗൂഢസംഘം നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും കൽപേഷ് ഈ സംഘത്തിലെ ആളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നു. ബാംഗ്ലൂർ സംഘത്തിന് പിന്നിൽ വലിയ ആളുകളുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചന എങ്കിലും കേരളത്തിൽ നിന്നുള്ള വളരെ സുപ്രധാനമായ വ്യക്തികളുടെ പേരും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. അവരിലേക്കും അന്വേഷണം നീളും. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള 14 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ ശ്രമം. അതേസമയം ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം നഷ്ടമായ കേസിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. നിലവിൽ ദ്വാരപാലക ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും 2 കിലോ സ്വർണം കവർന്നെന്ന കേസിലാണ് നടപടിയെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പോറ്റിയെ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം വേണമെന്നും BJP നേതാവ് V മുരളീധരൻ. സംഭവത്തിൽ ദേവസ്വം ബോർഡിനും രാഷ്ട്രീയ നേതൃത്വത്തിനുമുള്ള പങ്ക് പുറത്താകാതിരിക്കാനാണ് പ്രസിഡന്റിനെയോ മറ്റു ഉദ്യോഗസ്ഥരെയും SIT ഇതുവരെ ചോദ്യം ചെയ്യാത്തത്. മുഖ്യമന്ത്രി അറിയാതെ ഒരു വകുപ്പിലും യാതൊന്നും നടക്കില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ ഭരണത്തിലേറിയ ഉടൻ തന്നെ ആരംഭിച്ച ശബരിമലയെ തകർക്കാനുള്ള ശ്രമം, ആ ശ്രമം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്, ഈ കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭീഷണി, ആ ഭീഷണി ഈ കേസ് ഒതുക്കി തീർത്തോളൂ, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ പെടുത്തും എന്നുള്ള ഭീഷണിയാണ്. ആ ഭീഷണിക്ക് കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വഴങ്ങാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തിയാൽ മാത്രമേ സത്യസന്ധമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ സ്ഥിതി. ശബരിമല വിഷയത്തിൽ വമ്പൻ സ്രാവുകളെ സംരക്ഷിച്ച് പരൽ മീനുകളെ പിടികൂടുന്നുവെന്ന BJP നേതാവ് K സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്കുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ്. പത്മകുമാറിനും വാസുവിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ളവർക്കും പങ്കുണ്ടാകും. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നും K സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസന്വേഷണം വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനും ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെയും പരൽ മീനുകളെയും പ്രതിയാക്കി കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വർണ്ണപ്പാളി വിഷയം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം
സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. UDFന്റെ വിശ്വാസ സംരക്ഷണ സംഗമത്തിന് അല്പസമയത്തിനകം പന്തളത്ത് സമാപനമാകും. പന്തളത്തേക്ക് KPCCയുടെ പദയാത്ര നടക്കുകയാണ്. ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ KPCCയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്രയ്ക്കാണ് സമാപനമാകുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. കണ്ണൻ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് ഈ പദയാത്രയിൽ ഉള്ളത് എന്നുള്ളതാണ്. നേതാക്കൾ എല്ലാം തന്നെ പങ്കെടുക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ മാനം ഏറെയുണ്ട് ഈ ഒരു പദയാത്രയ്ക്ക് എന്നുള്ളതാണ്. അപ്പോഴും പടലപ്പിണക്കങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. K മുരളീധരനെ അനുനയിപ്പിച്ച് ഈ പദയാത്രയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. K മുരളീധരൻ പങ്കെടുക്കുന്നുണ്ടോ? ഈ പദയാത്ര എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. പദയാത്ര പന്തളത്ത് സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിവിധ പാർട്ടികൾ തുടങ്ങിയ പദയാത്രകളുടെ മേഖലാ ക്യാപ്റ്റന്മാരടക്കമാണ് എത്തിയിട്ടുള്ളത്. മുരളീധരൻ പക്ഷേ എത്തിയിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്താൻ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാക്കി സംസ്ഥാനത്തെ പ്രധാന നേതാക്കളടക്കം പ്രതിപക്ഷ നേതാവും അടൂർ പ്രകാശും അടക്കം എല്ലാ പ്രധാന നേതാക്കളും ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു ഭാഗത്തിന് ഈ സമ്മേളന സ്ഥലത്തെ കാണാം. വലിയ രീതിയിൽ പ്രവർത്തകർ ഈ സമാപന സമ്മേളനത്തിലടക്കം പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം തുടങ്ങിയ പദയാത്രയിലടക്കം വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. അത് ഈ സമാപന സമ്മേളന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുരളീധരൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുമെന്നാണ് അടക്കം അറിയിക്കുന്നത്. എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDFന്റെ വിശ്വാസ സംരക്ഷണ സംഗമത്തിന് അല്പസമയത്തിനകം പന്തളത്ത് സമാപനമാകും. പന്തളത്തേക്ക് KPCCയുടെ പദയാത്ര നടക്കുകയാണ്. ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ KPCCയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്രയ്ക്കാണ് ഇന്നിപ്പോൾ സമാപനമാകുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് നൽകിയത്. വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന ദിവസം അതിൽ പങ്കെടുക്കാതെ K മുരളീധരൻ പോയത് ഗുരുവായൂർ സന്ദർശനത്തിനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്തിനെന്ന് ചോദിച്ച VD സതീശൻ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. ചോദ്യങ്ങളോട് ശോഭിച്ച അദ്ദേഹം ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ പ്രതികരിക്കാതെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചു. പ്രധാനപ്പെട്ട ജാഥ പുരോഗമിക്കുകയാണല്ലോ. അതൊന്നുമല്ല, അദ്ദേഹം ഗുരുവായൂർ 1-ാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാ. ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയെന്ന് എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ എല്ലാവരും ഉണ്ട് വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എന്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ല പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യം ഇല്ലെന്ന് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല. വീണ്ടും KPCC പുനഃസംഘടനയിൽ പ്രതികരണവുമായി ചാണ്ടിയുമ്മൻ. താനും ഒരു മനുഷ്യനാണെന്നും ചില സാഹചര്യങ്ങളിൽ വിഷമം വരുന്നത് സ്വാഭാവികമാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കും. പാർട്ടിയിൽ ജാതി മതം ഒന്നുമില്ല. പാർട്ടിയിലെ പ്രശ്നങ്ങൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുമായും സംസാരിക്കും. തനിക്ക് തരാനുള്ളതെല്ലാം പാർട്ടി തന്നുവെന്നും തന്നെ MLA ആക്കിയത് ഈ പാർട്ടിയാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ
ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാനത് വ്യക്തമാണ്. പക്ഷേ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കുക. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്, എൻ്റെ പ്രസിഡന്റിനോട്, എൻ്റെ നേതാക്കൾ ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. ചാലക്കുടി സ്വദേശി ED പ്രസാദ് ശബരിമല മേൽശാന്തി, കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരി നറുക്കെടുപ്പിലൂടെ മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശബരിമല മേൽശാന്തിയായി 14 പേരുടെയും മാളികപ്പുറം മേൽശാന്തിയായി 13 പേരുടെയും പേരുകളാണ് നറുക്കിട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. രാവിലെ ശ്രീകോവിലിന് മുന്നിൽ നടന്ന നറുക്കെടുപ്പിൽ 8ാമതായി എടുത്ത പ്രസാദിന്റെ പേരിനൊപ്പമാണ് മേൽശാന്തി എന്ന നറുക്ക് എടുത്തത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള ഇളമുറക്കാരൻ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തി നറുക്ക് എടുത്തത്. 14 പേരുടെ പേരുകളാണ് ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. 7ാമതായി എടുത്ത മനു നമ്പൂതിരിയുടെ പേരിനൊപ്പമാണ് മാളികപ്പുറം മേൽശാന്തി നറുക്ക് വീണത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള മൈഥിലി K വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. 13 പേരുടെ ലിസ്റ്റിൽ നിന്നുമാണ് മാളികപ്പുറം മേൽശാന്തിയുടെ പേര് നറുക്കു വീണത്. പേരുകളടങ്ങിയ വെള്ളിക്കുടങ്ങൾ ഇരു ശ്രീകോവിലുകളിലും പൂജിച്ച ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത്. വരുന്ന വൃശ്ചിക പുലരി മുതൽ 1 വർഷക്കാലം ഇവർ രണ്ടുപേരുമാകും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി ക്ഷേത്രത്തിൽ ഉണ്ടാവുക. അതേസമയം 22-ാം തീയതി ദർശനത്തിനായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുകയാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലയ്ക്കലിലും പമ്പയിലും ശബരിമലയിലുമായി ഒരുക്കിയിരിക്കുന്നത്. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അസൌകര്യം ഉണ്ടാകാത്ത വിധമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്നും രാഷ്ട്രപതി മടങ്ങിയതിനു ശേഷം അയ്യപ്പ ഭക്തർക്ക് ദർശന സൌകര്യം ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇനി 22-ാം തീയതിയോടുകൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരികയാണ്. അതിന്റെ എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ആചാരക്രമങ്ങളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ ദർശനം പൂർത്തിയാക്കി മടങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ ദർശനം ഇവിടെ 1 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തുലാമാസ പുലരിയിലും അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല മേൽശാന്തി നിയോഗത്തിൽ സന്തോഷമെന്ന വാസപുരം ഏറന്നൂർ മനയിലെ പ്രസാദ് നമ്പൂതിരി. വിവാദങ്ങൾക്കൊന്നും ശബരിമലയുടെ ശോഭ കെടുത്താനാകില്ല. ശബരിമലയിലേക്ക് ഇനിയും ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നും പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. ആഗ്രഹിച്ചിരുന്നു, നല്ലോണം ആഗ്രഹിച്ചിരുന്നു എനിക്ക് കിട്ടണം. അത് ഈ 14 പേരും ആഗ്രഹിക്കും എനിക്ക് കിട്ടണം. ഞാനും അതേപോലെ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. 3 തവണ വന്നിരുന്നു. ആദ്യത്തെ തവണ നറുക്കെടുത്തില്ല, 2ാമത്തെ തവണ നറുക്കെടുത്തു, മേൽശാന്തി ഉണ്ടായിരുന്നില്ല. 3ാമത്തെ തവണയിലാണ് മേൽശാന്തിയും പേരും കൂടി വന്നത്. 3ാമത്തെ തവണയാണ്. വളരെ സന്തോഷം തോന്നി. അയ്യപ്പൻ്റെ നിയോഗം ഇപ്പോഴാണ്. പൂജാരിയാവുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ജോലിയൊന്നുമില്ല. എങ്കിൽ പോലും വെയിലും മഴയും അന്നും നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും വിഷയങ്ങളല്ല. നമുക്കൊരു അപകടം പറ്റിയാൽ പോലും സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തിയിട്ടേ പറ്റുള്ളൂ. ഓർമ്മയുണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും ചിന്തിക്കുന്നൊരു വിഷയമല്ല. അത്രയും ഇതിൽ നിന്ന് അയ്യപ്പൻ്റെ ഒരു നിയോഗം കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിപ്പോൾ ഇവിടെ ക്യാമറ നോക്കി അറിയാം, വളരെയധികം ആൾക്കാരുണ്ട്. നോർമലായിട്ട് ശനിയാഴ്ച അത്യാവശ്യം സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും അറിഞ്ഞപ്പോൾ തൊട്ട് അഭിനന്ദനങ്ങളും. ഫോണ് എനിക്ക് എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല. വളരെ ആഗ്രഹിച്ചത് ഈശ്വരാനുഗ്രഹത്താൽ സഫലമായെന്ന് നിയുക്ത മാളികപ്പുറം മേൽശാന്തി MG മനു നമ്പൂതിരി പ്രതികരിച്ചു. 6 വർഷമായി താൻ അപേക്ഷ നൽകുന്നുണ്ട്. 4 തവണ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് നറുക്ക് വീണതെന്നും അദ്ദേഹം പറഞ്ഞു. 6 വർഷമായിട്ട് ഞാൻ അപേക്ഷ അയക്കുന്നുണ്ട്. അപ്പോൾ 6 വർഷവും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യമാണ് പക്ഷേ ദേവി കടാക്ഷിച്ചത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അതെ, ഈ ശാസ്താവിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ 26 വർഷമായിട്ട് ശാന്തി കഴിക്കുന്ന ഈ കൂട്ടിക്കട ശാസ്താന ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ പോകാൻ പറ്റും. അത് മഹാഭാഗ്യം. വളരെ സന്തോഷം. രാവിലെ വന്നപ്പോൾ തുറന്നെടുപ്പം മുതലുള്ള പ്രാർത്ഥനകൾ ഇത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അപ്പം
ഇപ്പോൾ പൂജ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത്, ലൈവ് കണ്ടിട്ട് പറഞ്ഞാണ് അറിഞ്ഞത്. സന്തോഷം. തീർച്ചയായിട്ടും അതിനൊരു അഭിമാനം വേറെ ഇല്ലല്ലോ. നമ്മളെ ജനിച്ച നാട്ടിൽ നിന്ന് തന്നെ ഈ അഭിമാനമായിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം. ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടാത്തപ്പോൾ വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്രാവശ്യവും സന്നിധാനത്ത് എടുത്തപ്പോൾ ഇല്ലായിരുന്നപ്പോൾ വിഷമമായെന്ന് പറഞ്ഞു കേട്ടു. പിന്നെന്തായാലും ഭഗവതി കടാക്ഷിച്ച് എന്തായാലും തീർച്ചയായിട്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ തുടരുകയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും എം രാഗേഷ് ചേരുന്നു. രാഗേഷ്, സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്നു. കോഴിക്കോട് നല്ല മഴയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ. അതെ, വടക്കൻ കേരളത്തിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം തന്നെ വളരെ ശക്തമായ മഴ തന്നെ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതുക്കിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം ചെറിയ മാറ്റങ്ങളുണ്ട്. വരുന്ന 5 ദിവസങ്ങളിലെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതേസമയം ഇന്ന് യെല്ലോ അലേർട്ടാണ് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 19-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇതുകൂടാതെ 19-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. 20-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത്. 21-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂരും ഒപ്പം തന്നെ 22-ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും എന്തെങ്കിലും അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ വീക്ഷിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിനുള്ള സാധ്യത പറയുന്നുണ്ട്. ഇടിയോടുകൂടിയ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുമാണ് സാധ്യത പറയുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലുള്ളവർക്ക് പൊതുവെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരത്തിനുൾപ്പെടെ പോകുന്ന ആളുകളോട് ഇവയെല്ലാം തന്നെ മാറ്റിവെക്കണമെന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി, മഴയുടെ വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും എം രാഗേഷ് നൽകിയത്. ജലനിരപ്പ് 137 അടിക്ക് മുകളിലായതോടെ മുല്ലപ്പെരിയാറിന്റെ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്നു. സെക്കൻഡിൽ 3763 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നു. ഇടുക്കിയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായി. ഇന്നലെ രാത്രി ഇടുക്കിയിൽ അതിതീവ്ര മഴയാണ് ഉണ്ടായത്. കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടി ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി. കട്ടപ്പനയാർ കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെള്ളം കയറി നിൽക്കുന്നു. പുറത്ത് മുറ്റം മൊത്തം ടൈലിൽ മൊത്തം ഒരു അരയടി കനത്തിൽ ചെളി വന്ന് അണിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു മതിൽ അത് ഇടിച്ച് ആണ് വെള്ളം അകത്തേക്ക് കയറിയത്. കുമളിയിൽ വീടിനുള്ളിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. 42 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. നെടുങ്കണ്ടത്ത് ട്രാവലർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ജലനിരപ്പ് 137 അടിക്ക് മുകളിലായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 ഷട്ടറുകൾ ഉയർത്തി. സെക്കൻഡിൽ 3763 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നു. പെരിയാർ തീരത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അമൃത ന്യൂസ്, ഇടുക്കി. അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ ഇടുക്കിയിലെ കർഷകരുടെ പ്രതീക്ഷകൾ തകർത്തു. ആറുകളും തോടുകളും കരകവിഞ്ഞ് കൃഷിയിടങ്ങളിലൂടെ ഒഴുകി. ഉരുൾപൊട്ടലിലും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. ഇത് കട്ടപ്പന സ്വദേശി എഴുത്തുപുരയിൽ ജോർജ് കുട്ടി. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ മികച്ച കർഷകനുള്ള അവാർഡുകൾ പലതവണ ലഭിച്ചു. വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഏലമാണ് പ്രധാന കൃഷി. 2 വർഷം പ്രായമായ ചെടികൾ വിളവെടുപ്പിന് പാകമായി വരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെരുമഴ എത്തിയത്. തോട് കര കവിഞ്ഞു. ഏലച്ചെടികൾ തകർത്ത് വെള്ളമൊഴുകി. കഴിഞ്ഞ 2ാം വർഷം ചെടിയായിരുന്നു. അത് ഒരു 10-50 ചെടിയോളം ഒഴുകിപ്പോയി. മണ്ണൊഴുകിപ്പോയി. പിന്നെ ഇവിടെ തോടിന് ആഴ്ചയില്ല. കെട്ട് പൊക്കം കുറഞ്ഞ കെട്ടായിരുന്നു. അതുകൊണ്ട് കവിഞ്ഞ വെള്ളം കയറിയത്. ജോർജ് കുട്ടിയെ പോലെ നിരവധി കർഷകരുടെ പ്രതീക്ഷകളാണ് പെരുമഴ കവർന്നത്.
കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കൂടുതൽ ജലം ഒഴുക്കിവിടേണ്ടി വന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1977 ശേഷം ഇത്രയും വേഗം ജലനിരപ്പ് ഉയർന്ന മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെയേറെ കൂടുതൽ രേഖപ്പെടുത്തി. 1977 ശേഷം ഇത്രയും ജലനിരപ്പ് ഒരു സമയത്ത് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏകദേശം 132 അടിയായിരുന്ന സ്ഥലത്ത് നിന്ന് 138 പോയിന്റ് സംതിങ്, ഏതാണ്ട് 7 അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അത്യപൂർവമായൊരു സാഹചര്യമാണ്. ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് 7000-ലധികം ക്യൂസെക്സ് വാട്ടർ ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. 1400-ഓളം ക്യൂസെക്സ് വാട്ടർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 8500-ഓളം ക്യൂസെക്സ് വാട്ടർ ഇപ്പം ടോട്ടൽ നമുക്ക് ഡിസ്ചാർജ് ഉണ്ട്. അതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, ഇൻഫ്ലോ ഏതാണ്ട് 12000-ത്തിനടുത്ത് ഇപ്പോഴും നിലവിലുണ്ട്. മഴ ഇപ്പം അവിടെ അല്പം കുറവുണ്ട്. അപ്പം ഈ നില തുടർന്നാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. എങ്കിലും കുറെ കൂടെ കരുതലോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരിയിലെ തട്ടിപ്പിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ വിജിലൻസ് കേസെടുത്തതെന്ന് IC ബാലകൃഷ്ണൻ MLA. ഏത് തരത്തിലുള്ള അന്വേഷണത്തോടും സഹകരിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയും ബ്രഹ്മഗിരിയും ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് വാർത്ത സൃഷ്ടിക്കുന്നതെന്നും ബാലകൃഷ്ണൻ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ എത്ര കേസ്, എത്ര ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ, എത്ര മന്ത്രിമാരുടെ പേരിൽ, എത്ര MLA-മാരുടെ പേരിൽ ED-യുടെ കേസ് നടക്കുന്നുണ്ട്, ലോകായുക്തൻ്റെ കേസ് നടക്കുന്നുണ്ട്, വിജിലൻസ് കേസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ IC ബാലകൃഷ്ണൻ MLA തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങിയ അഭ്യാസം എന്തിനാണ് CPM എന്നെ പേടിക്കുന്നു? എന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സമയത്തും കോലം കത്തിക്കൽ, പ്രതിഷേധ പ്രകടനം നടത്തൽ, ഓഫീസ് മാർച്ച്, വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കൽ, ഇതൊരു നല്ല നിലപാടായിട്ടല്ല ഞാൻ കാണുന്നത്. അടുക്കളവാതിൽ തുറന്ന് വീട്ടിൽ കയറി പിൻവശത്തു നിന്ന് വയോധികയുടെ 1 പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട നഗരസഭാ കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭയിലെ 4-ാം വാർഡായ നുഞ്ഞുമ്പായിലെ CPM-ന്റെ കൗൺസിലർ മൂര്യാട് സ്വദേശി PP രാജേഷിനെയാണ് കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 കൂത്തുപറമ്പ് കണിയാർകുന്നിലെ കുന്നുമ്മൽ ഹൗസിൽ നാണുവിന്റെ ഭാര്യ P ജാനകിയുടെ 1 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചെടുത്ത് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. കൂത്തുപറമ്പ് സഹകരണ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരൻ കൂടിയാണ് രാജേഷ്. പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജേഷ് കുടുങ്ങിയത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ CPM PP രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കൂത്തുപറമ്പ് ഈസ്റ്റ് LC അംഗമായിരുന്നു PP രാജേഷ്. പാലക്കാട് നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ഇരട്ട ജീവപര്യന്തം. ജീവപര്യന്തത്തിന് പുറമെ 5 വർഷം തടവും 3.25 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നും കോടതി വിധിയുണ്ട്. സജിത കൊലക്കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. 2019 ഓഗസ്റ്റ് 31-നാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ സജിതയെ ചെന്താമര വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയാണെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. ഈ കേസിലാണിപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും 5 വർഷം തടവും വിധിച്ചത്. സജിത കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വിധിയിൽ തൃപ്തരാണെന്ന് സജിതയുടെ കുടുംബവും പ്രോസിക്യൂട്ടറും പ്രതികരിച്ചു. എന്നാലും കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449-ലും ലൈഫ് കൊടുത്തു, 302-ലും ലൈഫ് കൊടുത്തു, 201-ലും 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്ന് പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ
അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റീന് കൊടുക്കാതിരുന്നത്. പരമാവധി ശിക്ഷ നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ചെന്താമരയുടെ മാനസിക നില ഭദ്രമാണ്. സ്വഭാവം നന്നാകുമെന്നതിൽ പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ പരോൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇരകൾക്കും സാക്ഷികൾക്കും സുരക്ഷ ഉറപ്പാക്കണം. സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ നിരീക്ഷണങ്ങളും കോടതി മുന്നോട്ട് വച്ചു. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കേസിൽ 2020 കുറ്റപത്രം സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. ശിക്ഷയിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. ചെന്താമരയുടെ ചോര പുരണ്ട കാലടിപ്പാടുകളും പോക്കറ്റുമാണ് സുപ്രധാന തെളിവായത്. സജിത കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ചെന്താമര റിമാൻഡിലാണ്. അമൃത ന്യൂസ്, പാലക്കാട്. ഡൽഹിയിൽ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. രാജ്യസഭാ എംപിമാരും ജീവനക്കാരും താമസിക്കുന്ന ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. ഫ്ളാറ്റിന് താഴെയായി കൂട്ടിയിട്ടിരുന്ന ഫർണിച്ചറിൽ നിന്നുമാണ് തീ പടർന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് എംപിമാർ താമസിക്കുന്ന BD മാർഗിലെ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിൽ തീപിടുത്തമുണ്ടായത്. കേരളത്തിലെ എംപിമാരായ ഹാരിസ് ബീരാൻ, ജെബി മേത്തർ, ജോസ് കെ മാണി, PP സുനീർ എന്നിവരും ഈ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. പാർക്കിങ്ങിനോട് ചേർന്ന സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന ഫർണിച്ചറിനാണ് ആദ്യം തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. താഴെ നിന്ന് വളരെ വേഗം മുകളിലെ ഫ്ളാറ്റുകളിലേക്ക് പടരുകയായിരുന്നു. ആദ്യം 3 നിലകളിലെ മുറികളിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു. देखिए ग्राउंड फ्लोर के ऊपर जो है स्टोरेज था, हाउस होल्ड स्टोरेज था, तो उसके अंदर ज़्यादा डैमेज है. हमारा जो प्राइम जो टारगेट होता है रेस्क्यू करना, तो वो सर्चिंग और वो हमारा लगातार जारी है अभी. और क्योंकि बिल्डिंग 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീ പടർന്ന ഉടനെ തന്നെ ജീവനക്കാരെയും മറ്റുള്ളവരെയും ഒഴിപ്പിച്ചതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. താഴത്തെ 3 നിലകളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മാത്രമേ ഇനി താമസം സാധ്യമാകൂ. മാത്രമല്ല, ഫ്ളാറ്റിന്റെ അഗ്നിശമന സംവിധാനം പരിശോധിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശവും ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ നവജാത ശിശുക്കളുടെ ചികിത്സയിലും പരിചരണത്തിലും ചരിത്രം കുറിച്ച് ഫരീദാബാദിലെ അമൃത ആശുപത്രി. മാസം തികയാതെ 23-ാം ആഴ്ചയിൽ പ്രസവിച്ച കുരുന്നുകളെയാണ് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ തീവ്ര പരിചരണത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 23 ആഴ്ചയും 5 ദിവസവും പ്രായമുള്ള 550 ഗ്രാം മാത്രം ഭാരമുള്ളതായിരുന്നു ആദ്യ ആൺകുട്ടി. 90 ദിവസം കൊണ്ട് 2200 ഗ്രാമായി കുട്ടിയുടെ ഭാരം വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഇതുവരെ അതിജീവിച്ച ഏറ്റവും പ്രായം കുറഞ്ഞതും ചെറുതുമായ കുഞ്ഞുങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മാസങ്ങൾക്ക് ശേഷം 23 ആഴ്ച പ്രായമുള്ള കുട്ടികളും ഇതേ രീതിയിൽ ജീവിതത്തിലേക്ക് തിരികെ എത്തി. ഡോക്ടർ ഹേമന്ത് ശർമ്മയുടെ നേതൃത്വത്തിൽ അമൃത NICU ടീമാണ് കുരുന്നുകൾക്ക് പുതുജീവൻ നൽകിയത്. बहुत अच्छा लग रहा है क्योंकि ये दोनों बच्चे हमारे लिए बहुत ही बेशकीमती थे. तो इनिशियली होप बहुत कम था. हेमंत सर का और यहाँ की निकू टीम का बहुत धन्यवाद करना चाहेंगे जिन्होंने बहुत ही मेहनत करी है इन बच्चों पे. नर्सिंग स्टाफ ने भी बहुत मेहनत करी है, बहुत वो एफर्ट्स डालते थे. तो मैं सबका धन्यवाद करना चाहूँगा हमारे बच्चों का टेक केयर करने के लिए और हमें ये बिल्कुल स्वस्थ हमें देने के लिए. സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നു. തത്സമയം ഇതിൻ്റെ പ്രവർത്തനത്തെ കേരളത്തിൽ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോയവരാണ് നമ്മുടെ പൂർവാചാര്യന്മാർ. ഈ സന്ദർഭത്തിൽ പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളെയും നിത്യാനന്ദ സരസ്വതി സ്വാമികളെയും വേദാനന്ദ സരസ്വതി സ്വാമികളെയും പ്രത്യേകിച്ച് നമസ്കരിക്കുകയാണ്. അവരൊക്കെയാണ് ഇതിനെ മുൻപ് നയിച്ചത്. ഇന്ന് കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കൂടി ആലോചിച്ച് ഇത്തരമൊരു യാത്ര നടത്താൻ നിശ്ചയിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച്, ഇത് പറയുമ്പോൾ ഇന്ന് പലരും ഗുരുദേവൻ ഹിന്ദു അല്ല,
സനാതനധർമ്മിയല്ല എന്നൊക്കെ പറയുന്ന കാലമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ എന്ന വാക്കുപയോഗിച്ചത്. ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കുദ്രോളി ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് അത്യത്ഭുതകരമായ, നമ്മളൊക്കെ പതിനായിരക്കണക്കിന് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദിവസവും ഒരു 2-3 പരിപാടി വെച്ചിട്ട് ഒരു 35 കൊല്ലം കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നുള്ളത് നോക്കുക. പക്ഷേ അത്ഭുതകരമായ ആവേശോജ്വലങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യാത്ര വിശേഷിച്ച് വടക്കൻ കേരളത്തെ കടന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ വേണ്ടത്ര ഇല്ലാന്നോ, കുറച്ച് പേര് എണീറ്റ് പോകാൻ നോക്കി, സസ്വരൂപാൻ സ്വാമിയുടെ ശാസന കേട്ടിട്ടാണ് ഈ വല്ലാത്ത ഉപദ്രവം പിടിച്ച സ്വാമി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആയിരക്കണക്കിന് പേര് പങ്കെടുത്തുകൊണ്ടാണ്